Good morning everyone. So ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് RTE ആക്റ്റാണ് 2009. ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 അതിൻ്റെ അനാലിസിസും ക്രിട്ടിക്കുമാണ് എന്ന് പറയാൻ പോകുന്നത്. സോ ഈ PPTയിൽ ഡിസ്കസ് ചെയ്യുന്ന കോണ്ടൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ട്, അതുപോലെ തന്നെ കീ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട്, ഒബ്ജക്റ്റീവ്സ് ഓഫ് RTE ആക്ട്, ചാലഞ്ചസ് ആൻഡ് ലിമിറ്റേഷൻസ്, പിന്നെ ക്രിട്ടിക് ആൻഡ് അനാലിസിസ്, റീസെൻറ്റ് അമെൻമെൻറ്റ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷനും, ദെൻ ഫൈനലി കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ. ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ RTE ആക്ട് 2009 കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ April 1, 2010. സോ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എലമെൻ്ററി എഡ്യൂക്കേഷനെ കുറിച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അതൊരു ആക്റ്റായിട്ട് വന്നിട്ടുള്ളത് എന്താ പറയുക 2009 RTE റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വന്നിട്ടുള്ളത് 2009 2009 വന്നത്. അത് ഫേസ്റ്റായിട്ട് ഗ്രൗണ്ട് ലെവലിൽ അപ്ലിക്കബിൾ ആക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആദ്യമായിട്ടത് വന്നിട്ടുള്ളത് ആദ്യമായിട്ടത് അപ്ലൈ ചെയ്തിട്ടുള്ളത് April 1, 2010 2010. ഇറ്റ് മേക്സ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഫോർ എവറി ചൈൽഡ് ഏജ്ഡ് 6 to 14 years. അപ്പം ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കി എന്താ പറയുക 6 തൊട്ടിട്ട് 14 വയസ്സുള്ള കുട്ടികൾക്ക് മസ്റ്റായിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു എയിം. ഫ്രീ ആയിട്ട് എയിംസ് ടു പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്തിരുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 6 to 14 years ആയിട്ടുള്ള കുട്ടികളായിരുന്നു. എൻഷുവേഴ്സ് ക്വാളിറ്റി ആൻഡ് ഇൻക്ലൂസീവ് ഇൻ ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കുക, ക്വാളിറ്റിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കുക, അതുപോലെ തന്നെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇൻക്ലൂസീവ്നെസ് ആയിരുന്നു ഒരു കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21A added by the 86th Constitutional Amendment Act 2002 states that the state shall provide free and compulsory education to all the children of the age of 6 to 14 years. 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് ആർട്ടിക്കിൾ 21A ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്ത് റൈറ്റ് ടു ഫ്രീ എഡ്യൂക്കേഷൻ അണ്ടർ 14 to 16 year എന്നുള്ളത് മുന്നേ ഉണ്ടായിരുന്നെങ്കിലും അതൊരു ഫണ്ടമെൻ്റൽ ആക്റ്റായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമായിരുന്നു. അത് വരുന്നത് 2002. ഓക്കെ, അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ്സ് ദാറ്റ് ദ സ്റ്റേറ്റ് ഷാൾ പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ദ ചിൽഡ്രൻ ഓഫ് ദി ഏജ് ഓഫ് 6 to 14 years. 6 to 14 yearsലുള്ള എല്ലാ കുട്ടികൾക്കും കമ്പൽസറി ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലിങ്ക്ഡ് വിത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർട്ടിക്കിൾ 45 ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർട്ടിക്കിൾ 51A. ഫണ്ടമെൻ്റൽ ഈ 86th അമെൻമെൻറ്റിൽ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആക്കി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അത് പ്രകാരം ആർട്ടിക്കിൾ 51A ഒരു ക്ലോസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ക്ലോസ് പ്രകാരമാണ് ഇതിനെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആക്കി മാറ്റിയത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 4 to 16 years ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ ഗവൺമെൻറ് അത് ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ പേരൻസ് അല്ലെങ്കിൽ ഗാർഡിയൻസ് അവരാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും എഡ്യൂക്കേഷനുള്ള ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി പേരൻസിൻ്റെയും അതുപോലെ ഗാർഡിയൻസിൻ്റെയും ആണെന്നാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ പറയുന്നത്. ഇനി കീ പ്രൊവിഷൻസ് ഫീച്ചേഴ്സിന് ഇവിടെ പറഞ്ഞിട്ട് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഗ്രൂപ്പ് 6 to 14. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. ജോയിൻ ദ സ്റ്റാൻഡേർഡ് അക്കോർഡിംഗ് ടു ദിയർ ഏജ് ആഫ്റ്റർ സ്പെഷ്യൽ ട്രെയിനിങ്. അതുപോലെ തന്നെ റൈറ്റ് ടു ലീവ് വൺ സ്കൂൾ ബട്ട് join another government or government aided school only. State government and local bodies to establish schools within 3 years of passing this act. ഈ ആക്ട് പാസ് ചെയ്തതിന് ശേഷം എന്താ പറയുക ആക്ട് പാസ് ചെയ്തതിന് ശേഷമാണ് എത്രയും പെട്ടെന്ന് 3 yearsൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ സ്കൂൾസ് പ്രൊവൈഡ് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫണ്ടിങ് ജോയിൻറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഫണ്ടിങ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഈക്വൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. അഡീഷണൽ ഫണ്ടിങ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. നോ capitation fee and no child denied admission for lack of age proof. ഒരു രീതിയിലുള്ള എന്താ പറയുക ഇപ്പോൾ ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ
എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള രീതിയിൽ അവർക്ക് അഡ്മിഷൻ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് പ്രൂഫ് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പോലും അഡ്മിഷൻ കൊടുക്കണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോ ചിൽഡ്രൻ ഷാൾ ബി എക്സ്പെൽഡ് ഫ്രം സ്കൂള്. ഒരു കുട്ടികളെയും സ്കൂളിൽ നിന്ന് എക്സ്പെല്ല് ചെയ്യരുത് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെയാണ് കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ കീ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ 6 to 14 years, പിന്നെ 25% റിസർവേഷൻ ഇൻ പ്രൈവറ്റ് സ്കൂൾ ഫോർ അണ്ടർ പ്രിവിലേജ്ഡ് ചിൽഡ്രൻ. അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് 25% വരെ റിസർവേഷൻ പ്രൈവറ്റ് സ്കൂളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. നോ ചൈൽഡ് ക്യാൻ ബി ഹെൽഡ് ബാക്ക്, എക്സ്പെൽഡ് ഓർ റിക്വയർഡ് ടു പാസ് എ ബോർഡ് എക്സാം ടിൽ 8ാം ക്ലാസ് വരെ എല്ലാ കുട്ടികളെയും മസ്റ്റായിട്ട് പാസ്സാക്കിയിരിക്കണം. ആരെയും എക്സ്പെല് ചെയ്യരുത് അല്ലെങ്കിൽ തോൽപ്പിക്കരുത്, എല്ലാവരെയും പാസ്സാക്കി വിടണം എന്നുള്ള ഒരിത് കൂടിയും അതോട് കൂടിയിട്ടുണ്ടായിരുന്നു. ഇൻഫ്രാസ്ട്രക്ചർ നോംസ് ഫോർ സ്കൂൾസ്, അതുപോലെ സ്കൂൾസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക, ടോയ്ലറ്റ്സ്, പ്ലേ ഗ്രൗണ്ട്സ്, അതുപോലെ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു പ്രൊവിഷൻ കൂടി ഉണ്ടായിരുന്നു. പിന്നെ പറയുന്നത് ഫോക്കസ് ഓൺ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് ഫ്രണ്ട്ലി ക്ലാസ് റൂംസ് ആണ്. ചൈൽഡ് ഫ്രണ്ട്ലി ക്ലാസ് റൂംസ് ആയിരിക്കണം, അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ, അത്രയും 4 to 14 ഗ്രൂപ്പിൽ വരുന്ന പിള്ളേർക്ക് അത്രയും ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളൊരു എയിമോട് കൂടിയിട്ടായിരുന്നു RTA ആക്ട് വന്നത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആക്സസ് ടു പ്രൈമറി എഡ്യൂക്കേഷൻ, എല്ലാവർക്കും പ്രൈമറി എഡ്യൂക്കേഷൻ കിട്ടണം എന്നുള്ളതായിരുന്നു ഒന്ന്. പ്രൊമോട്ട് സോഷ്യൽ ഇൻക്ലൂഷൻ, സോഷ്യലി എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുക, സോഷ്യൽ ഇൻക്ലൂഷൻ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റെഡ്യൂസ് ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ്, അതുവരെ ഇങ്ങനെ 8ാം ക്ലാസ് വരെ എല്ലാവരെയും തോൽപ്പിക്കാണ്ട് തന്നെ പാസ്സാക്കണം എന്നുള്ള റൂളുണ്ടല്ലോ. അപ്പോൾ അതോട് കൂടിയിട്ട് ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് കുറയുമല്ലോ, അതും കൂടിയായിരുന്നു അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇംപ്രൂവ് ലിറ്ററസി ആൻഡ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ലഭിക്കുക, അതുപോലെ തന്നെ ആ കിട്ടുന്നത് ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സ്ട്രെങ്തനിങ് ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസ് ഇൻ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി, സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ടുള്ള ആൾക്കാർ എന്നുള്ളൊരു ഡിഫറൻസ് ഇല്ലാണ്ട് തന്നെ ഇക്വിറ്റിയും ജസ്റ്റിസും പ്രൊവൈഡ് ചെയ്തിട്ട് എല്ലാവർക്കും ഈക്വൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അച്ചീവ്മെൻറ്റ്സ് ആൻഡ് പോസിറ്റീവ് ഇമ്പാക്ട്സ് ആണ് പറയുന്നത്. ഇൻക്രീസ്ഡ് എൻറോൾമെൻറ്റ് റേറ്റ്സ് എസ്പെഷ്യലി എമംഗ് ഗേൾസ് ആൻഡ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്. എൻറോൾമെൻറ്റ് റേറ്റ്സ് കൂടി എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ആക്ട് വന്നതോട് കൂടിയിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയതോട് കൂടിയിട്ട് എൻറോൾമെൻറ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടി, പ്രത്യേകിച്ച് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിനും അതുപോലെ തന്നെ ഗേൾസിനും. ഓക്കെ, ദെൻ എക്സ്പാൻഷൻ ഓഫ് സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടീച്ചർ റിക്രൂട്ട്മെൻറ്റ് കൂടി ക്വാളിറ്റിയുള്ള ഈ ടീച്ചേഴ്സിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു തുടങ്ങി. അതുപോലെ തന്നെ സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. പ്ലേ ഗ്രൗണ്ട്സ്, അതുപോലെ ടോയ്ലറ്റ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ മെച്ചപ്പെടാൻ തുടങ്ങി. പിന്നെ ഹെൽപ്ഡ് ഇൻ റെഡ്യൂസിങ് ചൈൽഡ് ലേബർ ആൻഡ് പ്രൊമോട്ടിങ് അവയർനെസ് എമംഗ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ 6 to 14 years എന്ന് പറയുന്നത് ബേസിക്കലി ചൈൽഡാണ്. സോ ഇങ്ങനൊരു ആക്ട് വന്നതോട് കൂടിയിട്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കൂടി ആയതോട് കൂടിയിട്ട് പേരൻസ് ആണെങ്കിലും ഗാർഡിയൻസ് ആണെങ്കിലും കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇവർക്ക് അവയർനെസ്സും എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസും പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സ്ട്രെങ്തൻ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ത്രൂ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റീസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് SMC ഒക്കെ. സോ SMC വഴി കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ കൂട്ടിയിട്ട് സ്കൂളിൻ്റെയും അതുപോലെ കമ്മ്യൂണിറ്റീസിൻ്റെയും ഒരു ബോണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട്, പാർട്ടിസിപ്പേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. ഇനി അത് ഫേസ് ചെയ്ത് RTA ആക്ട് 2009 ഫേസ് ചെയ്തിട്ടുള്ള മെയിൻ ചാലഞ്ചസ് അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. ക്വാളിറ്റി ഗ്യാപ്പ്, മെനി സ്കൂൾ ലാക്ഡ് ക്വാളിഫൈഡ് ടീച്ചേഴ്സ്. ഈവൻ തോ അവർ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ഗുഡ് ക്വാളിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചു, നല്ല ടീച്ചേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായിരുന്നു. കാരണം അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ കുറവുണ്ടായിരുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിഷ്യൻസീസ്, ടോയ്ലറ്റ്സ്, ഇലക്ട്രിസിറ്റി, ഡിജിറ്റൽ ആക്സസ് മിസ്സിംഗ് ആയിരുന്നു. ആവശ്യം ഉള്ള രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ടോയ്ലറ്റ്സും ഇലക്ട്രിസിറ്റീസും ഡിജിറ്റലും ആക്സസും ഇല്ലാത്ത സ്ഥലങ്ങൾ പിന്നെ ഉണ്ടായിരുന്നു. ലേണിംഗ് ഔട്ട്കംസ് പുവർ ഡിസ്പൈറ്റ് ഹൈ എൻറോൾമെൻ്റ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൂടുതൽ ഈ ഡ്യൂട്ടി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആക്കിയതോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കിയതോട് കൂടിയിട്ട് കുട്ടികളുടെ എൻറോൾമെൻറ്റ് റേഷ്യോ ഭയങ്കരമായിട്ട് കൂടി. പക്ഷേ
എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി കുറഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം ഇതൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആക്കി കഴിഞ്ഞപ്പോൾ പേരൻസൊക്കെ കുട്ടികളെ തന്നെ നിർബന്ധമായിട്ടും സ്കൂളിൽ വിടാൻ തുടങ്ങി. പക്ഷേ അവർക്ക് അവിടുന്ന് കിട്ടിക്കൊണ്ടിരുന്നിരുന്ന എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ലെസ്സായിട്ടുള്ള ക്വാളിറ്റിയിലുള്ളതായിരുന്നു. ഇംപ്ലിമെൻറ്റേഷൻ ഗ്യാപ്പ്, അൺഈവൻ പെർഫോമൻസ് അക്രോസ് സ്റ്റേറ്റ്സ് ആണ് പറഞ്ഞത്. 2009 വന്നിട്ടുണ്ടെങ്കിലും അത് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് 2010 ഏപ്രിൽ 1 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോ ഡിറ്റൻഷൻ പോളിസി ക്രിട്ടിസൈസ് ഫോർ റിഡ്യൂസിങ് അക്കാഡമിക് സീരിയസ്നെസ്. നോ ഡിറ്റൻഷൻ പോളിസി ക്രിട്ടിസൈസ് ചെയ്തു ഫോർ റിഡ്യൂസിങ് അക്കാഡമിക് സീരിയസ്നെസ്. അതുപോലെ ഇതിൻ്റെ ക്രിട്ടിക് ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നത് ഫോക്കസ് മോർ ഓൺ ക്വാണ്ടിറ്റി ദാൻ ക്വാളിറ്റി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻറോൾമെൻറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഇതായിരുന്നു. പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ മറന്നുപോയി. പ്രൈവറ്റ് സ്കൂൾസ് കൺസേൺസ് ഓഫ് എ ഫൈനാൻഷ്യൽ റീഇംബേഴ്സ്മെൻറ്റ് ഫോർ 25% കോട്ട. പ്രൈവറ്റ് സ്കൂൾസിന് എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞു 25% പ്രൈവറ്റ് സ്കൂൾസിൽ വീക്കർ സെക്ഷനായിട്ടുള്ള ആൾക്കാർക്ക് റിസർവേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നല്ല രീതിക്കുള്ള ഫൈനാൻഷ്യൽ പ്രൈവറ്റ് സ്കൂൾസ് കൺസേൺസ് ഓവർ ഫൈനാൻഷ്യൽ റീഇംബേഴ്സ്മെൻറ്റ് അത് ഡിലേ ആവുന്നത് കൊണ്ട് അപ്പോൾ എന്താ പറഞ്ഞത്, പ്രൈവറ്റ് സ്കൂൾസിൻ്റെ ഫൈനാൻഷ്യൽ റീഇംബേഴ്സ്മെൻറ്റ് അതുപോലെ തന്നെ ഇതിലുള്ളൊരു ഡിലേ വരുന്നത് കാരണം അത് പ്രൈവറ്റ് സ്കൂളിന് ഒരുപാട് പ്രഷർ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ലിമിറ്റഡ് സ്കോപ്പ് എക്സ്ക്ലൂഡ്സ് ചിൽഡ്രൻ അണ്ടർ 6 ആൻഡ് എബോവ് 14. അത് നമ്മൾ പറഞ്ഞ ഇതിന് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള പിള്ളേരേനായിരുന്നു. 6 വയസ്സിന് മുമ്പുള്ള കുട്ടികളേനും അതുപോലെ തന്നെ 14 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുള്ളത് ഇതിൻ്റെ വേറൊരു ഡ്രോബാക്കാണ്. നീഡ് ഫോർ വൊക്കേഷണൽ ആൻഡ് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇൻറ്റഗ്രേഷൻ. വൊക്കേഷണൽ അതുപോലെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷന് ലെസ് ഇമ്പോർട്ടൻസ് ആണ് ഇവർ കൊടുത്തത്. അതിൻ്റെ ഒരു ലാക്ക് ഓഫ് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വീക്ക് മോണിറ്ററിങ് ആൻഡ് അക്കൗണ്ടബിലിറ്റി മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഗുലർ ഇൻ്റർവെൽസിലുള്ള മോണിറ്ററിങ്ങും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള അക്കൗണ്ടബിലിറ്റിയും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ റീസെൻറ്റ് അമെൻമെൻറ്റ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ്. RTA Amendment Act 2019 entered no detention policy and allows states to hold exams and re-evaluate students. അതുപോലെ തന്നെ NEP 2020 alignment expands scope to include early childhood care and education 3 to 18 years. അതുപോലെ തന്നെ focus on inclusive, equitable and quality education for all. ഇത്രയും കാര്യങ്ങളാണ് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള അമെൻമെൻറ്റ്സ്. ഈ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്. യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടാൻ പാകത്തിനുള്ള എഡ്യൂക്കേഷൻ. പിന്നെ ഇക്വിറ്റി ആൻഡ് സോഷ്യൽ ഇൻക്ലൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഫീച്ചേഴ്സിൽ ഇക്വാലിറ്റി അതുപോലെ തന്നെ സോഷ്യൽ ഇൻക്ലൂഷൻ പ്രൊവൈഡ് ചെയ്യുക. ടീച്ചേഴ്സ് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി. ടീച്ചേഴ്സിൻ്റെ റോള് നല്ല എന്താ പറയുക, ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെയും റിക്രൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ നല്ല രീതിക്കുള്ള റെസ്പോൺസിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. ദെൻ കരിക്കുലർ ആൻഡ് പെഡഗോജിക്കൽ റിഫോംസ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലേണിംഗ് എൻവയോൺമെൻറ്റ് കുറച്ചുകൂടി ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഫേവറബിൾ ആയിട്ടുള്ള കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെൻറ്റ് കൊണ്ടുവരിക. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ക്ലാസ് റൂംസ് ആണെങ്കിലും എന്താ പറയുക, ഈവൻ ടോയ്ലറ്റ്സ് ആണെങ്കിൽ അതുപോലെ തന്നെ പ്ലേ ഗ്രൗണ്ട് അങ്ങനെയൊക്കെയുള്ളത്. അക്കൗണ്ടബിലിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. SNCയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. സ്കൂളും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഫോക്കസ് ഓൺ ക്വാളിറ്റി ഔട്ട്കംസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ദെൻ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ ദ RTA Act 2009 ഇസ് എ മൈൽ സ്റ്റോൺ ഇൻ ഇന്ത്യാസ് ജേർണി ടുവേർഡ്സ് യൂണിവേഴ്സൽ എലമെൻ്ററി എഡ്യൂക്കേഷൻ. എല്ലാ കുട്ടികൾക്കും എലമെൻ്ററി എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിൽ ഒരു മൈൽ സ്റ്റോൺ ആണ് എന്ന് തന്നെ പറയാം നമുക്ക്. എന്ത് Right to Education Act 2009. It has successfully improved enrollment and awareness about every child's right to learn. കുട്ടികൾക്കിടയിൽ കുറച്ചുകൂടി അവയർനെസ് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ എന്നുള്ളത് അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു എന്താ പറയുക അവയർനെസ് ഉണ്ടാക്കി. ഡിസ്പൈറ്റ് പ്രോഗ്രസ്, ക്വാളിറ്റി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്സ് മെയിൻറ്റെയിൻ മേജർ ചാലഞ്ചസ്. നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രസ് ഉണ്ടായിരുന്നു, എൻറോൾമെൻറ്റ് ഉണ്ടായിരുന്നെങ്കിലും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്യാപ്സൊക്കെ ഒരു ചാലഞ്ചായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ദ ആക്ട് നീഡ്സ് സ്ട്രോങ്ങർ ഇംപ്ലിമെൻറ്റേഷൻ, മോണിറ്ററിങ് ആൻഡ് ടീച്ചർ ട്രെയിനിങ് ടു ബി ട്രൂലി എഫക്റ്റീവ്. ഈ ആക്ടിൻ്റെ കൂടെ കുറച്ചുകൂടിയും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ അതുപോലെ തന്നെ നല്ല രീതിയിൽ അക്കൗണ്ടബിലിറ്റി, മോണിറ്ററിങ്, ടീച്ചേഴ്സ് ട്രെയിനിങ് ഒക്കെ അത് കുറച്ചുകൂടിയും എഫക്റ്റീവ് ആക്കാമായിരുന്നു.
പിന്നെ അതുപോലെ തന്നെ ഇൻറ്റഗ്രേഷൻ വിത്ത് NEP 2020 ക്യാൻ ഹെൽപ്പ് എക്സ്പാൻഡ് ഇറ്റ്സ് റീച്ച് ടു ഏർലി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഏർലി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏർലി എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ സെക്കൻഡറി എഡ്യൂക്കേഷനും അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. സോ NEP പ്രകാരം അതിനും കൂടി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ദ RTE Act symbolizes India's commitment to equality, empowerment and inclusive growth through education. സത്യം എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ RTE Act 2009 എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ യൂണിവേഴ്സൽ അതുപോലെ തന്നെ എലമെൻ്ററി എഡ്യൂക്കേഷൻ്റെ ഒരു മൈൽ സ്റ്റോൺ ആണ് എന്ന് തന്നെ പറയാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് ആണ്. First question, the right of education RTE Act 2009 guarantees free and compulsory education to children of what age group എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആൻസർ 6 to 14 years ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the RTE Act came into force in India on which date? April 1, 2010 ആണ്. The RTE Act 2009 was enacted under which constitutional amendment ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു 86th amendment ആയിരുന്നു. The main objective of RTE Act 2009 എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു? Ensure free and compulsory elementary education for all children ആണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which provision of the RTE Act prohibits detention or expulsion of a child under completion of elementary education എന്നാണ് ചോദിക്കുന്നത്. സോ സെക്ഷൻ 16 അത് പറയുന്നത്. സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി SMC under the RTE Act primarily aims to എന്താണ് അതിൻ്റെ എയിം എന്ന് ചോദിക്കുന്നത്. സോ ആൻസർ B ആണ്. പ്രൊമോട്ട് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് എൻഷുർ അക്കൗണ്ടബിലിറ്റി ഇൻ സ്കൂൾസ് എന്നാണ് ആൻസർ. Then 8th question, a school that fails to meet RTE norms for teacher-student ratio and infrastructure violates which principle of the act എന്നാണ് ചോദിക്കുന്നത്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻസർ B ആണ്. പ്രിൻസിപ്പിൾ ഓഫ് accessibility and quality education ആണ്. The 9th question, if a child from an economically weaker section is denied admission in a private school, which authority can the parent approach under the RTE Act എന്നാണ് ചോദിക്കുന്നത്. സോ ആൻസർ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ്സ് റൈറ്റ് ആണ്, NCPCR. 10th ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ റീസണിങ് ടൈപ്പാണ്. The RTE Amendment Act 2019 allows states to conduct exams and detain students who fail twice in the same class. റീസൺ പറയുന്നത് ദ അമെൻമെൻറ്റ് എയിം ടു ഇംപ്രൂവ് ലേണിംഗ് ഔട്ട്കംസ് ആൻഡ് സ്റ്റുഡൻറ്റ് അക്കൗണ്ടബിലിറ്റി എന്നാണ്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ബോത്ത് A and R are true ആണ്. ദെൻ R is correct explanation of A ആണ്. Which policy document replaced the national policy or educational 1986 in India എന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ആണ്. ദ കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ് വാസ് ഫസ്റ്റ് എംഫസൈസ്ഡ് ബൈ വിച്ച് എഡ്യൂക്കേഷണൽ തിങ്കർ? ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആരാ കൊണ്ടുവന്നതെന്നാണ് ചോദിക്കുന്നത്. ജോൺ ഡ്യൂവിയാണ്. അത് ഔട്ട് ഓഫ് സിലബസ് ആണ് ക്വസ്റ്റ്യൻ. ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണുള്ളത്. സോ താങ്ക് യു.